ദശകം 83 പൗണ്ഡ്രകവധവും വിവിധവധവും. ശ്ലോകം 1. രാമേഥ ഗോകുലഗതേ വളരെ കാലമായി ഗോകുലത്തിൽ നിന്നും വന്നിട്ട് ഭഗവാന്റെ അനേകം വിവാഹങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ടും പോയില്ല. അപ്പോൾ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, ഞാനൊന്ന് ഗോകുലത്തിൽ പോയിട്ട് വരാം, അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കാണണ്ടേ, പിന്നെ ഗോപിമാരെ കാണണ്ടേ, നീ വരുമോ? ഇല്ല കേട്ടോ, ഞാനിപ്പോൾ വരണില്ല, ഇപ്പോൾ ഇവിടെ തിരക്കല്ലേ, പിന്നെ കാണാം. രാമേധ ഗോകുലഗതേ. അങ്ങനെ ബലരാമൻ ഒറ്റയ്ക്ക് ഗോകുലത്തിലേക്ക് പോയി. അവിടെ എത്തി അച്ഛനും അമ്മയും കണ്ടു, അവരെ സമാധാനിപ്പിച്ചു. ഗോപിമാരെ കണ്ടു, ഗോപന്മാരെ കണ്ടു. ഗോപിമാരെന്ത് ചെയ്താലും വിടില്ല. കൃഷ്ണൻ്റെ പേര് എന്തൊക്കെയാണ് അതെന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. പ്രമദാ പ്രസക്തേ. അങ്ങനെ ആ സ്ത്രീകൾ, സുന്ദരികളായിട്ടുള്ള ആ ഗോപിമാർ ബലരാമനോട് ഓരോന്ന് ചോദിച്ചതായ സമയത്ത് അവരിൽ എന്തൊന്നില്ലാത്ത താല്പര്യത്തോടു കൂടിയവനായി അവരുമായി അങ്ങനെ ചുറ്റി നടന്നു. കുറച്ച് പണ്ടത്തെ പോലെ ആ ഗോകുലത്തിൽ ചുറ്റി നടക്കുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം ചുറ്റി നടന്ന് ആ യമുന നദിയുടെ കുറച്ച് ദൂരത്തായിട്ട് ഇരിക്കുകയാണ്. എല്ലായിടത്തും പോയി വന്നു, ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ യമുനയിൽ ഇറങ്ങി ഒന്ന് കുളിച്ചാൽ വേണ്ടില്ല, ക്ഷീണം മാറുമല്ലോ. ഹൂതാനുപേത യമുനാദമനേ. യമുന കുറച്ച് ദൂരത്താണ്. യമുനെ വിളിച്ചു, ഇവിടെ വാ. ഹൂതം വിളിക്കപ്പെട്ട് അനുഭേദം വന്നില്ല. അങ്ങനെയുള്ളതായ യമുന എന്താണ്? മദാന്ധേ. മദ്യം കഴിച്ച് അന്ധനായിരിക്കുന്ന സമയമാണ്. അതാണ് യമുന പ്രത്യേകിച്ചും വരാഞ്ഞത്. ആഹാ, നീ വലിയല്ലേ. കലപ്പയെങ്കിലും എടുത്തു, ഒറ്റ വലിയാണ്. യമുനാദമനേ. അങ്ങനെ യമുനയെ നിയന്ത്രിച്ചു. യമുനയെ തൻ്റെ അടുത്തേക്ക് ഒഴുകാനായിട്ട് വലിച്ച് കലപ്പ കൊണ്ട് വലിച്ചു. ഇന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് അവിടെ യമുന രണ്ടായിട്ടാണ് പോകുന്നതെന്നാണ് ആ സ്ഥാനത്ത്. യമുന വന്ന് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു, പിന്നെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ വിളിച്ചിട്ടും വരാതിരുന്നതായ ആ യമുനയെ അഹങ്കാരത്തിനെ ഭഗവാൻ അടക്കി. പിന്നെ മദാന്ധേ എന്ന് പറഞ്ഞു. മദ്യം കഴിച്ചിട്ടൊക്കെ എന്താണ് ചെയ്യണമെന്ന് ഓർമ്മയില്ലാണ്ട് അന്ധനായിരിക്കുക, അങ്ങനെയുള്ളതൊക്കെ ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് ബാധകമല്ല. അവർക്ക് ഞാൻ ചെയ്യുന്നുവെന്നും എൻ്റെ എന്നുള്ള ഭാവവും ഇല്ലാത്തവരാണ്. അപ്പോൾ ഒരു കർമ്മവും അവരെ ബന്ധിക്കുന്നില്ല. കർമ്മങ്ങളൊക്കെ ബന്ധിക്കുന്നത് നമ്മളെയാണ്. ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള അഹന്ത, കർമ്മം ചെയ്ത് എന്തു നേടിയോ അത് എൻ്റെയാണ് എന്നുള്ള മമത, ഈ രണ്ടു മൂലം ആ കർമ്മത്തിൻ്റെ ഫലം നമ്മളെ ബന്ധിക്കുന്നു. എങ്ങനെയാണ് ബന്ധിക്കുന്നത്? വീണ്ടും പല കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. എന്തായാലും യമുന അടുത്ത് വന്നു, അവിടെ ജലക്രീഡ നടത്തി. ഒടുവിൽ കരയിൽ തന്നെ എല്ലാവരും കൂടിയിരുന്നു. സ്വൈരം
സമാരമതി. അങ്ങനെ ഇഷ്ടം പോലെ സ്വേച്ഛയായിട്ട് അവിടെ അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 മാസത്തോളം രാമൻ അങ്ങനെ ഗോകുലത്തിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. 2 മാസത്തോളം ദ്വാരകയിൽ നിന്ന് വിട്ടിരുന്നു. ഈ സമയത്താണ് ദ്വാരകയിൽ ഒരു സംഭവം നടക്കുന്നത്. എന്താണ് സംഭവം? സേവകവാദമൂഢോ, സേവകന്മാരുടെ വാക്കുകൾ കേട്ട് മൂഢനായിരിക്കുന്ന പൗണ്ഡ്രക വാസുദേവൻ. കരൂഷ രാജ്യത്തിലെ രാജാവാണ് പൗണ്ഡ്രക വാസുദേവൻ. സേവകന്മാർ അദ്ദേഹത്തെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ട് നടക്കും. ഇതാണ് പണം കിട്ടാൻ, അത്രയേ ഉള്ളൂ. അങ്ങല്ലാണ്ട് വേറൊരു വാസുദേവൻ ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷേ ആ ദ്വാരകയിൽ ഒരാൾ ഞാൻ വാസുദേവനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കുറേ ചിഹ്നങ്ങളുണ്ട് അത്രേ. കിരീട മകുടമൊക്കെ ധരിച്ച് രത്നങ്ങളൊക്കെ കാതിലും കഴുത്തിലും അണിഞ്ഞ് 4 കൈകളോടുകൂടി നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പൗണ്ഡ്രൻ ചോദിച്ചു, നമുക്കതില്ലല്ലോ, അത് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ വലുത ആശാരിമാരെ അനേകം കൊണ്ടുവന്ന് വലിയ മരങ്ങൾ കൊണ്ടുവന്ന് അതുകൊണ്ട് ആദ്യം ഗരുഡനെ ഉണ്ടാക്കി. അദ്ദേഹം ഗരുഡൻ്റെ പുറത്താണ് സഞ്ചരിക്കുക. നമുക്കും അത് വേണം. അങ്ങനെ വലുതായിട്ട് ഗരുഡനെ അതിങ്ങനെ ആട്ടാൻ വേണ്ടി കാലൊക്കെ വെച്ചു. സേവകവാദമൂഢ, സേവകന്മാരുടെ വാക്കുകൾ കേട്ട് ഈ വിധത്തിലുള്ളതായ കർമ്മങ്ങളിൽ ആ വാസുദേവൻ പെട്ടു. ഭഗവാന് എന്തൊക്കെയാണ് ഉള്ളത്? 4 തൃക്കൈകൾ വേണം. 2 നേരത്തെ ഉണ്ടല്ലോ. അപ്പം 2 മരം കൊണ്ടുണ്ടാക്കി ഘടിപ്പിച്ചു. ആഭരണങ്ങളും ഒക്കെ വേണം. അപ്പോൾ കിരീടം, മകുടം മുതലായത് അതെല്ലാം നല്ല കിരീടങ്ങൾ ഉണ്ടാക്കി തലയിൽ അണിയിച്ചു. മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലം അത് 2 ഉണ്ടാക്കി രത്നങ്ങളൊക്കെ പതിച്ച് അത് കാതിൽ ഉറപ്പിച്ചു. നല്ല വില കൊടുത്തിട്ട് ഒരു രത്നം കൗസ്തുഭം, ആ കൗസ്തുഭത്തിനെ മേടിച്ചു. പിന്നെ കൈകളിലേക്ക് കേയൂരം, അങ്കദം, കങ്കണം, അങ്കുലിയം അതങ്ങളൊക്കെ ആയി. ദേഹത്തിലൊന്നും ഇടാൻ പാടില്ല. ദേഹത്തിൽ വനമാല ഇടണം. അത് കഴുത്ത് മുതൽ കാലിൽ വരെ ഇങ്ങനെ നിൽക്കണം, ഞാന്ന് കിടക്കണം. ഹാരങ്ങൾ അനേകം ഉണ്ടാക്കിച്ചു. ആ ഹാരങ്ങൾ കഴുത്തിലണിഞ്ഞു. മഞ്ഞപ്പട്ടേ ഉടുക്കാൻ പാടും. അങ്ങനെ മഞ്ഞപ്പട്ട് ഉടുത്തു. അതിൻ്റെ മുകളിലായിട്ട് കാഞ്ചി അണിഞ്ഞു. പാദസരം ഉണ്ടാക്കി. എല്ലാമായി ഗരുഡൻ്റെ പുറത്ത് കയറ്റി നിർത്തി. പൗണ്ഡ്രവാസൻ ചോദിച്ചു, ഇപ്പം ഞാൻ എങ്ങനെയുണ്ട്? ഒന്നുകൂടിയുണ്ട്. ശ്രീവത്സം എന്ന് പറഞ്ഞൊരു മറുവുണ്ട്. അതിനിപ്പോൾ എന്താ ചെയ്യുക? അതൊന്നുമില്ല, ഇരുമ്പ് പഴിപ്പിച്ചിട്ട് ഒന്നങ്ങോട്ട് വയ്ക്കുക വേണ്ടു. അങ്ങനെ ഇരുമ്പ് പഴിപ്പിച്ച് അത് വെച്ച് ഒരാഴ്ചക്കാലത്തോളം അത് ഉണങ്ങാനൊക്കെ ആയി. ഉണങ്ങിക്കഴിഞ്ഞു, എല്ലാം ശരിയായി.
ഗരുഡൻ്റെ പുറത്ത് കയറിയിരുന്നു. ഇനി എന്താ വേണ്ടേ? ഇനി അവന് കത്തയക്കണം. ദൂതം നെയ്യുങ്ക, ഒരു ദൂതനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് അയച്ചു. ആര്? പൗണ്ഡ്രക വാസുദേവ. വസുദേവൻ്റെ പുത്രൻ തന്നെയാണ് വാസുദേവൻ. ഒരു ദൂതനെ ദ്വാരകയിലേക്ക് സന്ദേശം കൊണ്ട് സന്ദേശത്തോടുകൂടി അയക്കുകയാണ്. ദൂതൻ ദ്വാരകയിലെത്തി ഇന്നയാളുടെ ദൂതനാണ് എന്ന് പറഞ്ഞു. സഭയിലേക്ക് കയറ്റി വിട്ടു. ആ ദൂതൻ പറയണേ,